നമസ്കാരം. കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ പ്രധാന നേതാവെന്ന് വിശദീകരിച്ചെത്തിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുത്തൽ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാറ്റലല്ലെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. എന്തിന് നേതൃമാറ്റം? ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പിണറായി? തുടർഭരണത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നെടും തൂണായി നിന്നത് പിണറായിയാണ്. ഇപ്പോഴും അതെ. പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ അത്തരമൊരു കാര്യമില്ലെന്നാണ് ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ തെറ്റുതിരുത്തലിൽ EP ജയരാജനെതിരെ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഗോവിന്ദൻ വിശദീകരിക്കുന്നുണ്ട്. അതായത് ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയുള്ള പരീക്ഷണം ഗോവിന്ദനും ആഗ്രഹിക്കുന്നില്ല. സംഘടനാപരമായ പരിശോധനയും ഞങ്ങൾ നടത്തും. ഞങ്ങൾ നന്നായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അതിന്റെ നേട്ടം UDF-നാണ് ലഭിച്ചത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഫലപ്രദമായ രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി മാതൃഭൂമി നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. EP ജയരാജൻ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കും. എന്തെല്ലാം മാറ്റം വരുത്തണമോ അതെല്ലാം ചെയ്യും. തിരുത്താനാണല്ലോ എല്ലാം. ഇതാണ് ഗോവിന്ദന്റെ പരാമർശം. അതായത് EP-ക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഗോവിന്ദൻ. ശൈലജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും അഭിമുഖത്തിൽ ഉയർന്നില്ല. എങ്കിലും മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ മതിയെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നു എന്നതാണ് വസ്തുത. ഇനിയും ഭരണ തുടർച്ചയിലേക്ക് CPM-നെ നയിക്കാൻ പിണറായിക്കാകുമെന്ന സൂചനകളാണ് ഗോവിന്ദന്റെ വാക്കുകളിലുള്ളത്. സർക്കാർ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ ഊന്നൽ നൽകേണ്ടത് ഏതിലാണ് എന്നതിൽ കൃത്യമായ ധാരണയുണ്ടാക്കും. വർഗപരമായി ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കണം എന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നാണ് ആലോചിക്കുന്നത്. പാർട്ടിയും സർക്കാരും ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നതെന്നും ഗോവിന്ദൻ പറയുന്നു. ഞങ്ങൾ എന്തൊക്കെ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തും. അതിന് ഒരു പ്രയാസവുമില്ല. മാറാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം. മാറാതിരിക്കുന്ന ഒരു പ്രശ്നം മാർക്സിസ്റ്റുകാരനെ സംബന്ധിച്ചുമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്തെല്ലാം മാറണോ അതെല്ലാം ഞങ്ങൾ മാറ്റും. ഏതെല്ലാം തരത്തിലുള്ള മാറ്റം വരുത്തണമോ അതിന് പാർട്ടിയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ അരൂപിയായ ആരെ പറ്റിയും പറയേണ്ട കാര്യമില്ലല്ലോ എന്നും ഗോവിന്ദൻ പറയുന്നു. BJP-യുടെ തൃശൂർ ജയം അപകടകരമായ ചൂണ്ടുപലകയാണ്. ഒല്ലൂർ പോലുള്ള മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ 15,000 വോട്ടാണ് കുറഞ്ഞത്. ഏറ്റവും അപകടകരമായി BJP-ക്ക് ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മാത്രം 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. ഞങ്ങൾക്കും അവിടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 74,000 വോട്ടിനാണ് ജയം. സിംഹഭാഗ സംഭാവന യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ്. അതും ദൂരവ്യാപക ഫലം ഉളവാക്കുന്നതാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പേരിൽ CPM-നെതിരായി വലിയ വേട്ട നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ എല്ലാ ഏജൻസികളെയും അതിനായി ഉപയോഗിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങൾ RSS-ന്റെ താളത്തിനൊത്ത് തുള്ളുന്ന സ്ഥിതി വന്നു. കോൺഗ്രസിനെതിരായി വരുന്നത് കോൺഗ്രസ് പ്രതിരോധിച്ചു. എന്നാൽ അതിന്റെ അഖിലേന്ത്യാ നേതാവ് വന്നപ്പോൾ പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. നയമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാം ചേർത്ത് BJP-ക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം അവർ സൃഷ്ടിച്ചതിനൊപ്പം കോൺഗ്രസിന്റെ ക്രിയാത്മക സഹായവുമായപ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യം നേടാനുമായി. ഇതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത്. എന്തായാലും പിണറായിക്കെതിരെ ഒരക്ഷരം വീണ്ടും മിണ്ടാതിരിക്കുകയാണ് ഗോവിന്ദൻ. ഗോവിന്ദന് ശൈലജയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് താല്പര്യമില്ല. കാരണം ഗോവിന്ദൻ നോട്ടമിട്ടതാണ് ആ കസേര. അതിനുള്ള ചരടുവലികൾ അദ്ദേഹം നടത്തിയതുമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ എങ്ങനെയാണ് ശൈലജയെ മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കുക? ഗോവിന്ദനെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി പിണറായി മാറുമ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിണറായിക്കാകട്ടെ മറ്റാരും ആ കസേരയിൽ ഇരിക്കുന്നത് താല്പര്യമില്ല.
അത് മരുമകനെ തന്നെ ഇരുത്തണം. മരുമകനെ ഇരുത്താൻ വേണ്ടിയാണ് സമസ്തയെയും ലീഗിനെയും എല്ലാം അടുപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ അതെല്ലാം തിരഞ്ഞെടുപ്പെത്തിയപ്പോൾ പാളിപ്പോയി. പിണറായിയുടെ ഈ കളികളെല്ലാം സമസ്തയ്ക്കും ലീഗിനും നന്നായി മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് മരുമകന്റെ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങ് തട്ടിത്തെറിച്ചു പോയി. അപ്പോഴും ചരടുവലികൾ ശക്തമാണ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ. ഗോവിന്ദനാണെങ്കിൽ മറ്റാരും ആ കസേരയിൽ ഇരിക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. എങ്ങനെയെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം. പിണറായി മാറുന്നതിനനുസരിച്ച് തന്റെ സ്ഥാനം അവിടേക്ക് മാറ്റണം എന്നുള്ളതാണ് ഗോവിന്ദന്റെ ആഗ്രഹം. അതുകൊണ്ട് ഗോവിന്ദൻ ശൈലജയെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടതില്ല. അതിനെല്ലാം എന്തെല്ലാം കുരുപ്പ് പണികൾ ഇറക്കാൻ പറ്റുമോ അതെല്ലാം ഗോവിന്ദൻ ഇറക്കുകയും ചെയ്യും. മാത്രമല്ല, ഗോവിന്ദന് മേൽ പിണറായിയുടെ ഭീഷണി നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ഗോവിന്ദൻ പിണറായിക്കെതിരെ ഒരക്ഷരം മിണ്ടുകയുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ കൂടിയാവുമ്പോൾ ശൈലജയുടെ മുഖ്യമന്ത്രി സ്ഥാനമാണ് അവതാളത്തിലാവുക. ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ശൈലജ മാത്രമായിരുന്നു. ശൈലജയെ തോൽപ്പിക്കാൻ പിണറായിക്കൊപ്പം കൂട്ടുനിന്നയാളാണ് ഗോവിന്ദൻ. വടകരയിൽ ആ നാറിയ സംഭവം ഉണ്ടായതുപോലും ഈ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ട് തന്നെയാണ്. ഗോവിന്ദൻ അതിന് മിണ്ടാതെ റാൻ മൂളി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അശ്ലീല പരാമർശം, അശ്ലീല വീഡിയോ വിവാദം ഉണ്ടായത് തന്നെ. നന്ദി.